ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂലേക്ക് സ്വാഗതം. സച്ചിയാണെങ്കിൽ രേവയുടെ കയ്യിൽ കാശ് കൊടുത്തതിന് ശേഷം റൂമിൽ വന്നിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ രേവതി വന്നിട്ട് ചോദിക്കുകയാണ്, സച്ചിയേട്ടൻ വീണ്ടും ശരത്തിനെ തല്ലിയോന്ന് ചോദിക്കുകയാണ്. അവനെ ഞാൻ തല്ലിയില്ല, അവനെങ്ങാനും ഇനി എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ ഞാൻ ഉറപ്പായിട്ടും തല്ലും. അവൻ വെറുതെ അടിയായിരുന്നു മേടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുമ്പോൾ രേവതി ചോദിക്കണം, എൻ്റെ പൊന്ന് സച്ചിയേട്ടാ അതിന് എന്തുണ്ടായത്, എന്തുണ്ടെങ്കിലും എന്നോടൊന്ന് തുറന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഉണ്ടായില്ല, അവൻ്റെ കാര്യം എന്നോട് നീ സംസാരിച്ച് വരണ്ട. അവനെ പോലെയുള്ള ഒരുത്തനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തിയ ആ ഒരു തെറ്റുണ്ടല്ലോ, അത് ഇനി ഞാൻ ആവർത്തിക്കില്ല എന്ന് പറയാൻ കേട്ടോ. പിന്നീടാണെങ്കിൽ നമ്മുടെ ചന്ദ്രമതി സുധിയോട് ചോദിക്കുകയാണ്, മോനെ സുധി നീ എന്താടാ ജോലിക്ക് പോണില്ലേ എന്ന് ചോദിക്കുമ്പോൾ സുധി പറഞ്ഞു, അത് പിന്നെ അമ്മേ ഞാൻ ആ ഒരു ജോലി അത് ഞാൻ വേണ്ടാന്ന് വെച്ചു എന്ന് പറയുമ്പോൾ ചന്ദ്രമതി നടുമ്പുറം നോക്കിയിട്ട് 4 പെടപെടയ്ക്കാണ്. ഉള്ള ജോലിയും കളഞ്ഞൂലേ, നിനക്കിപ്പോൾ സമാധാനമായില്ലേ, ഇനി ശ്രുതിയോട് നീ എന്ത് പറയണമെന്നൊക്കെ പറയുകയാണ്. പിന്നീടാണെങ്കിൽ നമ്മുടെ സുധി എന്താ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ രവിയേട്ടൻ്റെ പോക്കറ്റിൽ നിന്ന് കാശ് അടിച്ചു മാറ്റുകയാണ് കേട്ടോ. കാശ് അടിച്ചു മാറ്റിയിട്ട് ഒന്നും അറിയാത്ത മട്ടിന് പൈസയായിട്ട് പാർക്കിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് രവിയേട്ടൻ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നോക്കിയ രവിയേട്ടൻ കാശ് കുറവാണെന്ന് അറിയുമ്പോൾ സുധിയെടുത്ത് അവിടെ നിൽക്കാൻ പറയണം. അങ്ങനെ സുധിയെടുത്ത് എടാ നീ ഇതിൽ നിന്ന് കാശ് എടുത്ത് നോക്കുമ്പോൾ അത് പിന്നെ അച്ഛാ എനിക്ക് വണ്ടിക്കൂലിക്ക് കാശില്ല, അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്നോട് ചോദിച്ചാൽ പോരാടാ, നീ ഇങ്ങനെ മോഷിക്കണ പരിപാടി നീ നിർത്തിയില്ലേ എന്ന് പറഞ്ഞിട്ട് നല്ല ചീത്ത പറയണം കേട്ടോ. സുഹൃത്തുക്കളെ ഒന്ന് ലൈക്ക് അടിച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.